സ്തുതിയായിരിക്കട്ടെ ഉമ്മ. അയ്യോ ഇതാരാ ഇവിടെ കറി വെച്ചേ? ഉപ്പൊന്നും ഇടാതെ കറി വെച്ചേ? നാളെ ഈ സമയത്ത് അപ്പം മുറിക്കാനുള്ളതാണ്. എന്നാ ഈ കിടക്കണത്? മുട്ടയ്യണോ? ആരാ തന്നത്? ആര് തന്നു? ചുമ്മാ ഇവിടെ കിടക്കണതൊക്കെ അങ്ങ് പിറക്കി തിന്നേക്കുവാണോ? പിന്നെ വായിലിട്ട് ചപ്പുന്നതോ? വായിലിട്ട് ചപ്പുന്നതോ? വെള്ളം ഇറക്കണോ? പോവാണോ? ഈ പോവാണോ? അമ്മ വന്നോണ്ടാ പോയതല്ലേ? ഞങ്ങളുടെ ഇവിടെ നേരത്തെ കുറെ വർത്താനം പറഞ്ഞോണ്ടിരുന്നത്. ആണോ? മമ്മിയല്ലേ ശല്യപ്പെടുത്തല്ലേ അമ്മച്ചി? കിടക്കാൻ സമയം ആയില്ലല്ലോ. കിടക്കാൻ സമയം ആയില്ലല്ലോ. പോവാണോ? ആ അതെന്താ പോകുന്നേ? അതെന്താ പോകുന്നേ? സംസാരിക്കുന്നില്ലേ? സംസാരിക്കുന്നില്ലേന്ന്? പോകുന്ന എന്തിനാ? അതെന്താ? എലിക്കുട്ടിയമ്മേ, ഒരാള് പഠിക്കുന്നതാ. മിച്ചറൊക്കെ തിന്നോട്ടാ പഠിക്കുന്നത്. ആണോ? ഇപ്പൊ കഞ്ഞി കുടിക്കുകയല്ല, ഇതൊക്കെ തിന്നുള്ളൂ. ചോറൊന്നും തിന്നിയല്ല. പിന്നെ അപ്പൊ അവളോട് പറ, ചോറൊക്കെ കഴിക്കണം, മറ്റേ ആഹാരങ്ങളാണ് ഈ കുറച്ച് തീറ്റയൊന്നും തിന്നരുന്ന് പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നോ? ഇപ്പൊ അറിഞ്ഞില്ലേ? ഇപ്പൊ അറിഞ്ഞില്ലേ? അങ്ങ് പറഞ്ഞു കൊടുക്ക്. പറയമേ, അവക്കൊന്നും അറിയത്തില്ല, വെറുതെയാ. എല്ലാ ഭക്ഷണത്തിനും ഗുണമുള്ളതാണ്. അവക്കൊന്നും അറിയത്തില്ല. നീ ഇതന്നെടി മത്തങ്ങാമുളകോ? എന്തുകൂടി ഇത്? വെളുത്തുള്ളിയൊക്കെ വെറുതെ ഇട്ടിരിക്കും. ഒരു കുടം വെളുത്തുള്ളിയൊക്കെയാണ് മിക്സറിന്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. ആ, അത് കക്കൂസാ. ഇങ്ങോട്ടൊന്നും വരവില്ല. എന്നെ പൂട്ടിയിട്ടതല്ലേ ഇന്നാള്? ആ, അമ്മേനെ തന്നെ പൂട്ടിയിട്ടായിരുന്നു കുറച്ച് നാള് മുമ്പ്. അമ്മ ഒന്ന് പക്ഷെ എനിക്കറിഞ്ഞു. അതിന് മധുരമില്ല, അതുകൊണ്ടാണ്. ഇതാണ് വിവീനാനെ പൂട്ടിയിട്ടിരിക്കും അമ്മ. വിവീനാനെ കുറ്റിയിട്ടെന്നേ. വിവീന മുറിയിലുണ്ട്. ഉണ്ടെന്നേ അമ്മ കുറ്റിയിട്ട്. ആ മുറിക്കത്തോടെ പൂട്ടിയിട്ട് നമുക്ക് പുറത്തിറങ്ങണ്ടേ? അല്ല, ആ വാതിൽ അമ്മ തുറക്കാം. അമ്മ അതിന് പുറത്തുനിന്ന് കുറ്റിയിട്ട്. അയ്യോ, അവക്ക് തുറക്കാൻ പറ്റത്തില്ല. ഇല്ലതേ, അവൾക്ക് തുറക്കാൻ പറ്റത്തില്ല. ആടാ, കുറ്റി എടുക്കമ്മേ. അമ്മേ, കുറ്റി എടുക്ക. ജോമോ വന്നു. ഇപ്പൊ ജോമോന്റെ പുറകെ വണ്ടി വന്നെന്ന് പറഞ്ഞു. അമ്മ കുറ്റി എടുക്കമ്മേ. എലിക്കുട്ടിയമ്മേ, ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. വിവീന അതിനകത്തുണ്ട്. ഇങ്ങോട്ട് വാ. നമ്മള് കുറ്റിയിട്ട് വെച്ചിരിക്കോ? വാ. കണ്ട കുറ്റിയിട്ട് വെച്ചിരിക്കുന്ന കണ്ട വിവീനാനെ അമ്മ. എടുക്ക അമ്മ, എടുക്ക്. അമ്മ എടുത്തേ. അവളുണ്ടോ നോക്കിക്കേ. നോക്കിക്കേ ഉണ്ടോ നാള്? ആ, കണ്ടോ? അത് അയ്യോ ബാബ വെക്കും അവിടെ കിടന്ന്. കണ്ടോ? മോളങ്ങനെ കഥകം ചാരി ഇച്ചിരിക്കുവായിരുന്നു. അമ്മ വന്ന് കുറ്റിയിട്ട് ആളില്ലെന്ന് ഓർത്ത് അല്ലേ? ആ, മോള അതിനകത്താ ഇരിപ്പ്. പഠിക്കുവോ? പരീക്ഷ എങ്ങ പോര്? വാ. ആ, പഠിക്കാൻ കയറിയതാന്നേ. ആ, അപ്പൊ അമ്മ പുറത്തുനിന്നും കൂടെ കുറ്റിയും കൂടെ ഇട്ടു. പോരെ? ഇത്രേ ഉള്ളൂ. വാ. അവർക്ക് ശല്യാണ്. അമ്മ കുറ്റിയിട്ട് ഭദ്രമാക്കി വെച്ചിരുന്നാ. വാ. അവിടെ ആരാ വന്നേന്ന് നോക്കി. അവിടെ ആരാണ്ട് വന്നിട്ടുണ്ട് ഓട്ടോയില്. അതാരാ നോക്കി. വിവീനാനെ കുറ്റിയിട്ട്. അവിടെ സമാധാനമായിട്ട് അവിടെ ഇരുന്ന് പഠിച്ചോട്ടെ. ഞാനാ കുറുപ്പന്തറയ്ക്ക് പോയതാ. വണ്ടിക്ക് അവിടെ പോയതാ? കുറുപ്പന്തറ വരെ പോയതാ. കുറുപ്പന്തറ ആണോ? നമ്മളെ മുറിയൊക്കെ ഒന്ന് ശരിയാക്കണം. അവിടുന്ന് പോന്നാണ്. ആ, മുറിയൊക്കെ ഒന്നേ ഇടയിലും നനച്ചിലും ചോർച്ചയൊക്കെ. അപ്പൊ അതൊന്ന് റെഡിയാക്കണം. അതിന് വേണ്ടി പൊളിക്കലും പരിപാടിയൊക്കെ. വണ്ടിയിലാണോ പോയത്? ആരാന്നോർത്തായിരിക്കും കാര്യമായിട്ട് സംസാരിക്കുന്നത്? ആരാന്നോർത്തായിരിക്കും സംസാരിക്കുന്നത്?
പറയുന്നേ. ആരായാലില്ല ഓ അപ്പൊ അങ്ങനെയാണോ? മനുഷ്യരല്ലേ മനുഷ്യരാ മനുഷ്യരാണെന്നുള്ളൂ മനസ്സിലാക്കിയാൽ മതി. ഓ ഹോ 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 ഹോ. അവനോ എങ്ങനെയാ പ്രവർത്തിക്കും അതുപോലെയൊക്കെ പ്രവർത്തിക്കും. എല്ലാവരും ഒരുപോലെ ഇരിക്കാൻ പറ്റും. അവനോ പ്രവർത്തിക്കുന്ന എല്ലാരും പ്രവർത്തിക്കുന്ന കുഴപ്പം ആ അത് തന്നെ ഈ ലോകം മുഴുവൻ സ്വർക്കാവും. സ്വർഗാവും കറക്റ്റ്. അമ്മേ തെറ്റും കുറ്റവും ഇല്ലാത്തവരൊന്നും ഇല്ലായിട്ട് ഈ ലോകത്തിൽ ആരും ഇല്ല കേട്ടാ. തെറ്റും കുറ്റങ്ങളൊക്കെ ഉള്ളവരേ ഉള്ളൂ. കുറ്റം ഇല്ലാത്തവരായിട്ട് ആരും ഇല്ലെന്ന് ലോകത്തില്. നല്ലവരായിട്ട് ഈ ലോകത്തിൽ ആരും ഇല്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവര് വിശുദ്ധരും ആവും. നല്ലവരായിട്ടുള്ളവരുണ്ടെങ്കിലേ, ഒരു തെറ്റും കുറ്റവും ഒന്നും ഇല്ലാത്തവരുണ്ടെങ്കിലേ അവരൊക്കെ വിശുദ്ധരാകുന്നു. അത് വിട്ടുപോയാ കൊണ്ടുക്കാലാക്കാരെയൊക്കെ അറിയല്ലേ? അയൽവക്കക്കാരുടെ വീട്ടുപേരാ പറഞ്ഞേട്ടാ. അയൽവക്കത്തെ വീട്ടുപേര് കൊണ്ടുക്കാലാക്കാര്. അവരുടെ ചക്ക പറയും അവിടെ കിടക്കണ കണ്ടിട്ട്. അടി തൊട്ട് മുടി വരെ ചക്കയാണ്, കൊണ്ടുക്കാലാക്കാരുടെയാണ്. അതൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. മക്കളെ ഒന്നും അമ്മയ്ക്ക് ഓർമ്മയില്ല. ആരും അങ്ങനെ കടന്നേച്ചാ ഓരോ സ്ഥലത്തോണ്ട് ആവശ്യത്തിന് നമ്മൾ കടന്നോട്ടോ അലപ്പ് വന്നിട്ടുണ്ട്. എളുപ്പം നേരത്തെ ആ നേരത്തെ പോക്ക് നടക്കുകയല്ല. എന്നാലും എന്നാ ചെയ്യും? അത് പാഴല്ലേ. പിന്നെ അതുകൊണ്ട് വണ്ടി നേരത്തെ മനസ്സിലാക്കിയല്ല. എനിക്കിട്ട് തരുവാ ഇന്ന്. എനിക്കിട്ടാ തരുന്നത്. ഞാനൊക്കെ പോണില്ല. പിന്നെ വരുമോന്ന് ചോദിച്ചു. വരുമെന്നല്ല പറ, എനിക്കിട്ട് തരുവാന്നാ പറഞ്ഞേ. നാരങ്ങാവെള്ളം തന്നായിരുന്നോ? നാരങ്ങാവെള്ളം തന്നായിരുന്നു ആരെങ്കിലും? ആ അതാ ഞാൻ വേണമെന്ന് പറയുന്നത്. മനസ്സിലായോ കേട്ടോ? ഒന്നും ചെലവാക്കത്തില്ല. വല്ലതും ഉണ്ടോന്ന് ചോദിച്ചാ അതും ഇല്ലേ താൻ. ഇല്ലാത്ത ഉണ്ടാക്കി ചിലവാക്കാൻ പറ്റുമോ? അല്ലേ? ഇല്ലാത്ത ഉണ്ടാക്കി ചിലവാക്കാൻ പറ്റുമോ? അല്ലേ? ആ എലിക്കുട്ടി തന്നെ പറയല്ലോ നോക്കി കണ്ട് ചെയ്യണമെന്ന്. ആ ചിരിയൊക്കെ ഉണ്ടല്ലോ. കുരിശ് വരച്ചേക്കാരുന്നു. ഇല്ലെന്നേ, വരയ്ക്കാൻ വേണ്ടി വന്നിരുന്നതാ. അയ്യോ എത്ര നേരമായിട്ട്? എത്ര മണിക്കൂറായി സന്ധ്യയായിട്ട്? നേരം വെളുക്കുവാന്നേ. ആണോ? എനിക്കും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. വിമീനെ ചിരിച്ച് ഇവിടെ പണി തീർന്നു കേട്ടോ. 1 2 3 എണ്ണുന്നില്ലേ? അവളത് കേട്ട് ഇനി അവസാനം 40 എന്ന് പറഞ്ഞ വെപ്പില്ലേ? അയ്യോ അത് കേട്ട് വിമീനെ ചിരിച്ചു. ഞാൻ പറഞ്ഞ നീ ചിരിക്കാതിരുന്നിരുന്നെങ്കിൽ അമ്മ 100 വരെ എണ്ണിയേനെ. 90 അതൊക്കെ പറഞ്ഞു. 125 വരെ 125 വരെ. ഇവിടെ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നുണ്ടല്ലേ? 40 കഴിഞ്ഞ പിന്നെ 60 വരെ തുടങ്ങാം അല്ലേ? അതെന്തിനാ എണ്ണം പഠിക്കണേന്ന്? ഞാൻ പറഞ്ഞ കൊന്ത വെച്ചിട്ട് ഇങ്ങനെ എണ്ണുന്നാന്ന് പറഞ്ഞു. എന്തായാലും കൊന്ത ബാക്കി ചെല്ലാനുണ്ടെന്ന് എണ്ണുന്നതാ. ആരാ ഏതാണ് ഈ പെണ്ണ്? പറയും നമ്മളിപ്പോ വലിയ കാര്യത്തിൽ ചോദിക്കുവാണെങ്കിൽ ചിലപ്പം പറയല്ല. ഇവര് രണ്ടും തമ്മിലാണെങ്കിൽ പറയും. ആണോ? അമ്മലാകുമ്പോ അറിയാം. ഇപ്പൊ അടുപ്പിച്ച് വന്നപ്പോ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെ പറയാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഇവിടെ അടുപ്പിച്ച് വന്നില്ലേ? അതാ പിന്നെ ഇവിടെ സ്ഥിരം കാണുന്നുണ്ട് 2 ദിവസമായിട്ട്. പെണ്ണെന്നാ ബന്ധം മിണ്ടാ നിക്കുന്നത്? പെണ്ണ് മൊബൈലെ തൊട്ടി. പെണ്ണെന്നാ ഫോണും വെച്ചോണ്ടിരിക്കുന്നത്? ഈ പെണ്ണ് പറയാൻ പറ്റില്ല. ഫോൺ വെച്ചിട്ട് കുരിശ് വരയ്ക്കാൻ ഇല്ലെന്നേ. തുടങ്ങാൻ പോണതേ ഉള്ളൂ ഇവിടെ. പ്രാർത്ഥന. ആ പെണ്ണോട് ഫോൺ മാറ്റി വെക്കാൻ കുട്ടിക്കാണ്ടിരിക്കണേ. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ കുത്താനിട്ടാ മതി. എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ ഇഷ്ടാട്ടോ. എനിക്ക് പകുതി അലച്ചാൽ മതിയല്ലോ. എനിക്ക് അമ്മ അങ്ങനെ പറയണതൊക്കെ ഇഷ്ടാ. അവളെ വഴക്ക് പറയണതൊക്കെ എനിക്ക് ഇഷ്ടമാന്ന്. ചില പേരൻസിന് അങ്ങനെ വഴക്ക് പറയിപ്പിക്കുന്നൊന്നും ഇഷ്ടമില്ല മക്കളെ. എനിക്കിഷ്ടമാണ് നേരെ തിരിച്ചതിനെ. എനിക്ക് അതിന്റെ പകുതി അലച്ചാൽ മതി. കാര്യങ്ങൾ പറഞ്ഞാലൊന്നും മനസ്സിലാക്കിയല്ല. മനസ്സിലാക്കി എടുക്കണടി. 1 2 പറഞ്ഞാ പോരാ. അതല്ലേ കുഴപ്പം. വായിലെ വെള്ളം പറ്റും. ചൂടുണ്ടോ? ഇല്ലേ? അയ്യോ അവിടെ ഒന്ന് മുറിയിലിരുന്ന് പറയും ഭയങ്കര ചൂടാന്ന് കേട്ടോ. നിങ്ങൾക്കൊക്കെ ചൂടുണ്ടോ? മഴയൊക്കെ കിട്ടിക്കാണും. ഞങ്ങൾക്ക് ഇങ്ങോട്ട് മഴയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഭയങ്കര ചൂടാ.
എന്നാ ഈ മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം വീട്ടിലാണ് സുഖമായിട്ട് കിടന്നുറങ്ങാൻ. അയ്യോ ഇപ്പം കാട്ടിലാണോ? ഇപ്പം കാട്ടിലാണോ? അമ്മ പറഞ്ഞ് വീട്ടിലായിരുന്നെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നെന്ന്. ഇപ്പം കാട്ടിലാണോ താമസിക്കുന്നേ? നാട്ടിലായിട്ടല്ല. ആ പിന്നെ വ്യത്യാസം. നരകത്തിലാണോ? വ്യത്യാസം. ഇവിടെ കൊള്ളിയല്ലേ? ഇവിടെ കൊള്ളിയല്ല. ഒന്നിനും സൗകര്യമില്ല. ഒന്നിനും സൗകര്യമില്ല. ഓ പിന്നെ എവിടെയാ പോകണ്ടേ? പിന്നെ എവിടെയാ പോകണ്ടേ? സൗകര്യമുള്ളടത്ത് പോക്കോ. എന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ സൗകര്യമുള്ളടത്ത് പോണെന്ന്. എന്താ പറയുന്നേ? എവിടെ പോകണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധമില്ല. അവരോട് തന്നെ മനസ്സിലാക്കി എടുക്കണം. കേട്ടോ എലിക്കുട്ടിയമ്മ അത് ഒടിച്ചുകൊണ്ട് എന്നെക്കിട്ട് കുത്തി. കണ്ടോ ഞാൻ പറഞ്ഞ പോലെ ആക്കി. ഇവിടെ സൗകര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വേറെ പോണെന്ന് പറഞ്ഞ് അതിപ്പോ ഞാനാണ് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞതാക്കി. എങ്ങനെയുണ്ട്? കാരുണ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. മനുഷ്യരുടെ പ്രവൃത്തി എങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെ വേണം. എന്റെ പ്രവൃത്തി ചീത്തയാണോ? എന്റെ പ്രവൃത്തി ചീത്തയാന്നാണോ പറഞ്ഞു വരുന്നേ? എന്നിട്ട് അവരോട് കൂടെ യോജിച്ച് ജീവിക്കണം. പുറന്താൻ പോയല്ല. ഞാൻ ആരെയാ പുറത്തള്ളി? പുറന്തള്ളിയെന്ന് ഞാൻ പറഞ്ഞിരിക്കും. പിന്നെ എന്നോടല്ലേ പറഞ്ഞത്? അല്ല ഞാൻ പറയാല്ലോ. നിങ്ങൾ തമ്മിൽ നിങ്ങൾ അടുക്കാതെ അകന്നകന്ന് പോയിട്ടല്ലേ ഞാൻ പറഞ്ഞു. ആരുമായിട്ട്? ഇവരൊക്കെ ആയിട്ട്. ഈ ചെക്കന്മാരെ ഞാൻ എന്തിനാ കണ്ട ചെറുക്കന്മാരും ഒക്കെ ആയിട്ട് അടുക്കണത്? എന്നിട്ട് പറയല്ലേ വേറെ എന്തൊക്കെയാണ് ഇപ്പൊ അമ്മ പറയും. ഞാൻ കണ്ട ചെറുക്കന്മാരുമായിട്ടൊക്കെ അടുക്കണമെന്ന് കേട്ടാ പറഞ്ഞു തരുന്നത്. എന്താ നോക്കണേ? നിങ്ങൾ തന്നെ പറയുന്നതിനൊക്കെ ഉത്തരം. വീട്ടിൽ കയറി വരുന്ന ചെറുക്കന്മാരുമായിട്ട് ഞാൻ അടുക്കണം പറഞ്ഞു കൊടുക്കണല്ലേ? എന്നത് അറിവില്ലാത്തോണ്ട്. എന്തൊക്കെയാ എലിക്കുട്ടിയമ്മ പറയുന്നത്? എന്തൊക്കെയാ എലിക്കുട്ടിയമ്മ ഈ പറയണത്? അത് ഞാൻ പറയണമെന്ന് നിങ്ങളാരും ഞാൻ പറയണത് നിങ്ങൾ ആരും വകവയ്ക്കണ്ട. അത്യാവശ്യമുള്ള കാര്യത്തിന് ഞാൻ പറയണോ? അത് മതി. ഈ വേറെ 100 പേരുടെ കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല. 100 പേര് ചെയ്താലും ഇത്ര ചെയ്തോ. ദോഷം അല്ലാതെ ഒന്നും ഗുണമില്ല. ആരും ഒന്നും ചെയ്യരുത് കേട്ടോ. ദോഷം മാത്രമേ ചെയ്യുള്ളൂന്നാ പറഞ്ഞിരിക്കണം. അപ്പൊ ആരും ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെയ്യുന്നവരൊക്കെ ദോഷാ ചെയ്യുന്നത്. ഞങ്ങളാ ചെയ്യുന്നൊക്കെ ദോഷമാ. പ്രത്യേകിച്ച് അല്ല എലിക്കുട്ടിയമ്മ? കണ്ടോ അമ്മയും പറഞ്ഞായിരിക്കും. ഗുണമൊന്നും ചെയ്യുന്നില്ലല്ലേ? ഗുണമൊന്നുമില്ല. ഗുണമൊന്നുമില്ല ഞങ്ങളെ കൊണ്ട്. കണ്ടോ പറഞ്ഞേ ഗുണമൊന്നുമില്ല. മോട്ടർ ഓൺ ആക്കി ഇട്ടിട്ട് ഇരുന്നാന്നേ. അമ്മയോട് വർത്തമാനം പറഞ്ഞിരുന്നല്ലേ? വെള്ളം മുഴുവൻ ഈ വേനലാ, വെള്ളം ഇല്ല. ഇവിടെ വല്ല പൈപ്പൊക്കെ തുറന്നു പോയി, ടാപ്പൊക്കെ തുറന്നു പോയി, ബക്കറ്റിലൊക്കെ വെള്ളം പിടിച്ചു പോയി. മഴയൊന്നും പെയ്തില്ല. നമ്മള് മഴയില്ലെന്നൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്ന് മഴയൊക്കെ പെയ്തതായിരിക്കും. അത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. പിന്നെയാ പോയത്. വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ല, മഴയൊന്നും പെയ്യുന്നുമില്ല. എല്ലായിടത്തും മഴ പെയ്തു. സാധാരണ മഴ പെയ്യുന്നതാരട്ടെ. ഈ ആഴ്ചകളെ നോക്കിട്ട് മഴ പെയ്തില്ല. ഞങ്ങൾക്ക് മഴയില്ല. അതാണ് ഇവിടെ മഴ പെയ്യുന്നുമില്ല. നാളെ പെയ്യണം. നാളെ സാധാരണ പെസഹായ്ക്ക് പെയ്യും. ഈ 2 ആഴ്ച കഴിഞ്ഞ് പെയ്താൽ മതി. അവിടെ കെട്ടിടം അങ്ങനെയൊക്കെയാണ് മഴ പെയ്ത്. അത്യാവശ്യത്തിന് ഈശോ പെയ്യിക്കും. ആണോ? 2 ആഴ്ച കഴിഞ്ഞ് പെയ്താൽ മതി. ഞങ്ങളവിടെ കെട്ടിടം പൊളിക്കുക. വേറെ വല്ല കാര്യം നടക്കും. ഭയങ്കര ചൂടാ. എല്ലാം കരിഞ്ഞു പോയി. അത് പെയ്യുന്നപ്പം ഒരു ദിവസം നല്ലതായിട്ട് പെയ്താൽ മതി. ഒരു ദിവസം നന്നായിട്ട് പെയ്യുന്ന കാര്യമില്ല. എല്ലാം മരുഭൂമി പോലെ വെള്ളം കിട്ടും. മരുഭൂമിയായിരുന്നു. എല്ലാം ഉണങ്ങി കരിഞ്ഞു പോയില്ലേ? ഉണ്ടായിട്ടോ മഴ പെയ്ത് കഴിയുമ്പോ വെള്ളം ഒത്തിരി പോയല്ലോ. നിങ്ങൾ ആരും അറിഞ്ഞില്ലേ? പറമ്പിലൊക്കെ എൻ്റെ വെള്ളപ്പൊക്കം പോലെ ഉണ്ടാകുന്നതല്ലേ പറമ്പൂടിയൊക്കെ. അതൊന്നും ഉണ്ടാകില്ല. ഇപ്പൊ 2-3 വർഷമായിട്ട് ഇതൊന്നും. നമ്മുടെ ഇവിടെ കിണർ കൂടെ വരുന്നുണ്ട് കേട്ടോ. കണ്ടായിരുന്നോ? ബിജു കിണർ കുത്തുന്നുണ്ട് നമ്മുടെ ആ കയ്യാലോട് ചേർന്ന്. നമ്മള് കപ്പക്കോല് ഇട്ടിട്ടില്ലേ അതിന്റെ അപ്പുറത്തായിട്ട്. പണിക്കിന്റെ വെള്ളം പറ്റും. നമ്മുടെ വെള്ളം പോവോ? നമ്മളാ അവിടുന്ന് 2-3 വർഷമായിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഒറ്റ മഴയല്ലേ, വലിയ ശക്തമായ മഴ പെയ്ത് വെള്ളം പോകുന്നുണ്ട്. കുറവൊന്നും ഇല്ലെന്നീ. പണ്ട് നമ്മുടെ ഈ പറമ്പിൽ ഉറ വെച്ചോണ്ടിരുന്നല്ലേ. ഉറക്കമൊന്നും ഉറക്കമില്ല. അപ്പനുമാരും കണക്കാ ഉറക്കമില്ല.
പ്രാർത്ഥിക്കായിരുന്നു. ആ തന്നെ ഇരുന്ന് 8:15 വരാനേ. കമോൺ എവരിബഡി. ഞാൻ എപ്പോഴും പറഞ്ഞു 8 മണി എന്നുള്ള സമയത്ത് ഇവിടെ വരണമെന്ന്. എന്നാ ഇതിനകത്ത് തോണ്ടിക്കൊണ്ടിരിക്കണേ? വാ വാ വാ. ബാ പപ്പ അവിടെ തോണ്ടിക്കൊണ്ടിരിക്കുക. വരാൻ പറ വിവാൻ. മഴ പെയ്തു. ആ അതാ മഴ പെയ്യുന്നോർത്തല്ല ഞാനും സന്തോഷിച്ചു. മോട്ടർ വെള്ളം വരെ പോയക്കണം നോക്കിയേ. എന്തോരം വെള്ളം ഇനിയിപ്പോൾ വെള്ളം അടിക്കേണ്ടി വരും. വണ്ടിക്ക് വെള്ളം അടിക്കേണ്ടി വരും. വെള്ളം എന്തോരം വെള്ളം പോയി നിൽക്കും. 2 മഴ കിട്ടിയാൽ രക്ഷപ്പെട്ടാനെ. ആ ഇങ്ങോട്ട് 4 പാട് ഓടുവോരോന്ന് വേർത്തല്ലോടാ. എണ്ണ വെച്ച് ആ എണ്ണ വെക്കാൻ നിന്നോട്. ഈ ചീവി കെട്ടി വെക്കാൻ അത് നിന്നോടാ. എന്റെ കൂടെ ഉണങ്ങിയിട്ടില്ല. അതെ അതെ പറഞ്ഞു കൊടുക്കാം അങ്ങോട്ട്. എനിക്ക് പിന്നെ അരക്കണ്ടല്ലോ. പറ. ഉറക്കവും വരും. ചെല്ലി എനിക്ക് ദിവസവും ഇല്ല. ഞാൻ പറഞ്ഞു മടുത്ത്. തന്നെ കാര്യം പറ്റുമ്പോൾ ആലോചിച്ചെടുത്ത് ചെയ്യാൻ ചൂടാ സൈക്കിൾ വയ്യ. ചെയ്യുന്ന കുഞ്ഞു കൊച്ചിട്ട് കുഞ്ഞു കൊച്ചല്ലോ. 21 വയസ്സായി. ആവശ്യത്തോടെ വിദ്യാഭ്യാസം പറഞ്ഞോണ്ടിരിക്കുന്നേ. പിന്നെ ബോധം വരാൻ വേണ്ടിട്ടാ. എനിക്ക് ആവശ്യത്തിനുള്ള ബോധമൊക്കെ അവരെ ദൂരെ ജീവിച്ച അവരുടെ കൊള്ളാം, മറ്റാർക്കും അല്ല. അത് മനസ്സിലാക്കണം. സന്തോഷായിട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ. പറഞ്ഞു കൊടുക്കോ? അതിപ്പോ ഇതിന്റെയൊക്കെ അടുത്ത് ഞാൻ വേണുണ്ടോ? അതല്ലേ അതിങ്ങോട്ട് വന്നില്ലല്ലോ. അതിങ്ങോട്ട് വന്നില്ലല്ലോ. വല്ലപ്പോഴെങ്ങാനും ഒന്ന് വരുന്നതല്ലേ ഉള്ളൂ. വല്ലപ്പോഴും അങ്ങാനൊന്നും വന്നെങ്കിൽ ഒന്നും അതുകൊണ്ട് ഒന്നും പറ്റിയായിരുന്നു. അത് നമ്മൾ വീട്ടിലുള്ളവർ തന്നെ നിയന്ത്രിക്കും. ഒരു രക്ഷയില്ല. അപ്പനൊന്നും പറയല. വളം വെച്ച് കൊടുക്കുക. അങ്ങനെയാ. പിന്നെ ഞാൻ മൊത്തം പറഞ്ഞു എന്നെ കാണാൻ മേലാതായി. അതെ, അപ്പന്മാർക്ക് ഇപ്പോഴത്തെ അപ്പന്മാർക്ക് അങ്ങനെയാ. അവർക്ക് അവരുടെ കാര്യം മതി. ആരുടെ കാര്യം? ആരുടെ കാര്യം? അവരെ നിങ്ങളുടെ കാര്യം. ഞങ്ങളുടെ കാര്യമോ? ഞങ്ങളുടെ കാര്യം മാത്രമേ എന്തെങ്കിലും നടക്കുമോ? ഞങ്ങളുടെ കാര്യം മാത്രമേ നിങ്ങളുടെ കാര്യമൊക്കെ നടത്തും. ആ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ മാത്രം നോക്കി നടത്തും. നിങ്ങളുടെ കാര്യമൊക്കെ നടത്തും. മറ്റുള്ളവരോട് ഒരു കാര്യം നന്നാക്കി പറഞ്ഞു കൊടുക്കണം നിങ്ങളോട്. ആ നിങ്ങളോട് ആവശ്യത്തിന് പറയുന്നുണ്ട്. അതിനല്ലേ ഏലിക്കുട്ടിയമ്മയുള്ളേ. വല്യമ്മ പറയുന്നിടത്തോളം അത് നമ്മുടെ സ്വന്തം അല്ലെങ്കിലും ബന്ധമാണെങ്കിലും അത് പറഞ്ഞു കൊടുത്തു. അവര് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ അതിനോട് ഞാൻ പിള്ളേര് സ്വന്തം ബന്ധം ഒന്നും നോക്കാം. ഒരുപോലെ എല്ലാ പിള്ളേരോടും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലേ? അത് പറഞ്ഞു കൊടുക്കണം. ഏലിക്കുട്ടിയമ്മ എവിടെയുള്ളേ? ഏലിക്കുട്ടിയമ്മയുള്ള അറിയാനുള്ള കാര്യം ഒരാളെ തന്നെ ഭക്തിയോടുകൂടി ജീവിച്ചോണ്ട് കാര്യമായി. ഏലിക്കുട്ടിയമ്മയുള്ള കാര്യങ്ങൾ അറിയാവുന്നവർ അല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ എന്നാ കാണിച്ച ഏലിക്കുട്ടിയമ്മയ്ക്കല്ലേ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നേ, പറഞ്ഞു കൊടുക്കാനായിട്ടേ അനുഭവം ഉള്ളത്. അപ്പോൾ ഏലിക്കുട്ടിയമ്മയല്ലേ കൂടുതലായിട്ട് പറയണ്ടേ ഞങ്ങളെക്കാളും? പറഞ്ഞു കൊടുക്കാനും ആ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കാം. ആ അതേ ഉള്ളൂ. അല്ല കാരണന്മാരെപ്പോഴും പറയണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് പറ്റുള്ളൂ. എല്ലാത്തിനും പറ്റിയ കൊച്ചുമക്കൾക്ക് എപ്പോഴും ഇഷ്ടം വല്യമ്മമാരോടും വലിയമ്മമാരോടൊക്കെയാണ്. അവരെ എപ്പോഴും തൗത്തോലിച്ച് നടക്കി. വല്യമ്മമാർ തല്ലാൻ സമ്മതിക്കില്ല. ഞാൻ കിടക്കാൻ പോകും. കഞ്ഞി കുടിക്കാം. കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം. കഞ്ഞി വേണമെന്നില്ല. വേണോന്നില്ലെന്നുണ്ടെങ്കിൽ വേണമെന്നാ. അത് എടുക്കുവാട്ടോ. എന്നോട് പറഞ്ഞേച്ചി അമ്മ കിടക്കാൻ വരെ പോകുള്ളൂ. നേരത്തെ കഞ്ഞി കൊണ്ട് സുഖമില്ല. ആഹാ, പ്രാർത്ഥന കഴിഞ്ഞല്ലേ എന്നും കഞ്ഞി കുടിക്കണേ? പ്രാർത്ഥന കഴിഞ്ഞല്ലേ എന്നും കഞ്ഞി കുടിക്കുന്നേ? ഇപ്പൊ എത്ര സമയമായി? പ്രാർത്ഥന കഴിഞ്ഞാലേ ഉള്ളൂ. പിന്നെ എന്തോന്ന് പ്രാർത്ഥന ഇല്ലേ? കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇന്ന് കൊന്തയൊന്നും ചെല്ലില്ലേ പകല്? പ്രാർത്ഥന കഴിഞ്ഞല്ലേ നമ്മൾ കഞ്ഞി കൂടി. നേരത്തെ മുതൽ അത് കഴിഞ്ഞല്ലേ കിടക്കണം. ഇന്ന് പ്രാർത്ഥന ഇല്ലായിരുന്നു. കഞ്ഞി കുടിച്ചില്ലേ ഉറക്കം വരികയായിരുന്നു. തടസ്സമൊന്നുമില്ല. ഇന്ന് ഉച്ചയ്ക്ക് പ്രാർത്ഥന കൊന്ത ഇല്ലയോ? അവർക്ക് നീതിയായ രീതികളാണ്. അത് ഓരോന്നും തോന്നുമ്പോൾ ചെയ്യാതെ ഓരോന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. ഒന്നും അടുത്തും ചിട്ടയ്ക്കും പോവുകയില്ല. പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. അവരെല്ലാം വലിച്ചു വാരി അവിടെ ഇവിടെ കെട്ടിട്ട് നടക്കുക. ഒന്നും ക്ലിയറായിട്ട് ചെയ്യില്ല. അടുക്കും ചിട്ടയില്ല. അവർക്കെല്ലാവരും അങ്ങ് ചെയ്തു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല കഞ്ഞി എടുക്കുന്നു. കഞ്ഞി അത്താഴം എടുക്കുന്നു. അത്താഴം എടുക്കുന്നുണ്ട് അവിടെ. നമുക്ക് ഇത് അവിടെ ചില എടുത്തോണ്ടിരിക്കുക.
ഇല്ല എടുത്തോണ്ടിരിക്കുവാന്നേ. എനിക്ക് നിർബന്ധമായി ഏയ് ഇതൊന്നും വേണ്ട. അവിടെ അവിടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കൈ കഴുകിയിട്ട് വാ. ഒന്നും പറയാൻ ആ കൈ കഴുകിയിട്ട് വാ. തുണി വെച്ചിട്ടുണ്ട്. ആ എല്ലാവർക്കും നിരത്തി ചെല്ലി. എല്ലാവർക്കും നിരത്തി ചെല്ലി. മക്കൾക്കും കെട്ടിയോനും കെട്ടിയോൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മ എല്ലാവർക്കും സ്തുതി കൊടുത്തു. നിരത്തി എനിക്കും കൊണ്ടുവന്നു. ആ ഈസ്റ്ററൊക്കെ അല്ലേ? അതിന് മുന്നോടിയായിട്ട് എലിക്കുട്ടിയമ്മ ഒരു സ്തുതിയായിട്ട് വരുന്നു. ഈസ്റ്ററൊക്കെ ആയോണ്ടേ എന്നെ കുഞ്ഞായി പോയോ മോനെ. ഓരോ ദിവസം ചിലപ്പോൾ കുഞ്ഞാവുക. ഇപ്പൊ ഞാൻ എടുത്തോണ്ട് നടക്കേണ്ട വരുമെന്നാ തോന്നുന്നു. എനിക്കൊന്ന് എടുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. അമ്മേനെ ഒന്ന് എടുത്ത് നോക്കണം. കുഞ്ഞായി പോവുക. പിന്നെ ഞാൻ എടുത്ത് നോക്കട്ടെ. എടുത്ത് നോക്കട്ടെ. 2 ദിവസം എടുക്കണം. സത്യം ഞാൻ പറയാം. എനിക്ക് 2 ദിവസം അമ്മേനെ എടുത്ത് നോക്കണം. എടുത്ത് എടുത്ത് നടുവ് കളയേണ്ട കാര്യമില്ലല്ലേ മേ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ അല്ലാതെ വേറെ ഒന്നിനും പോകണ്ട. അതിൽ തെറ്റായി പണം കൊണ്ടും മറ്റുള്ള കാര്യം കൊണ്ടും 2 വർഷങ്ങളാക്കി പുതിയ അലമ്പായി പോകേണ്ട എടുത്ത് നടുവ് കളയേണ്ട കാര്യമില്ല അല്ലേ. ഞാൻ കിടക്കാൻ പോവാ. കഞ്ഞി എടുക്കുവാന്ന്. കഞ്ഞി വിവാന സ്തുതി കൊടുത്തില്ലല്ലോ. കഞ്ഞി എടുക്കുവാന്ന്. കഞ്ഞി ആ തീരെയൊന്നും തിരിയല്ല അമ്മ. വെജിറ്റബിൾസ് ഒന്നും വേണ്ട. കൈ കഴുകിയിട്ട് വരൂ. കൈ കഴുകു. മീന് ചീരത്തോരൻ നമ്മ കൂട്ടിയല്ലേ നമ്മുടെ പുളിശ്ശേരി. ബിബീനാനൊക്കെ എടുത്ത് തിന്നാൻ മേല. നീ എടുത്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്നുവെച്ചാൽ ഹോസ്റ്റലിൽ നീ എടുത്തല്ലേ കഴിക്കുന്നത്. അവർ കൊണ്ട വെച്ചേക്കോ. അത് കൂടി പോരി എടുത്ത് തിന്നാൽ മതില്ലോ അല്ലേ. എലിക്കുട്ടിയമ്മയുടെ കഞ്ഞി. നാളെ ഈ സമയത്ത് നമുക്ക് അപ്പം മുറിക്കാനുള്ളതാണ്. നാളെ ഈ സമയത്ത് അപ്പം മുറിക്കാനുള്ളതാണ്. ഈ സമയത്ത് അപ്പം മുറിക്കാനുള്ള അപ്പം മുറിക്കാനുള്ളതാണ്. ആ ആ നാളെ ആ ആ വരുന്ന കഴിച്ചോ. ഇച്ചിരി കഴിക്കണമെന്നേ. ഇച്ചിരി കഴിച്ചോ. എന്നതൊക്കെയാ കറി? എന്നതൊക്കെയാ കറി? അതെന്നാ എന്നാ വെച്ച് നോക്കി. എന്നാ അത് അമ്മ തിന്നുമ്പോൾ അറിയത്തില്ലേ? ഉപ്പിട്ടില്ലല്ലേ? അല്ല കഞ്ഞിയല്ല കറിയുടെ കാര്യം അറിയാം. ഇതാരാ ഇവിടെ കറി വെച്ചേ? ഉപ്പൊന്നും ഇടാതെ കറി വെച്ചേ? ഇവിടെ എല്ലാവർക്കും പ്രഷറാ, BP ആണ്. ഇത്രയ്ക്ക് വിവരമില്ലാത്തവരാണ് ഈ കറി ഉണ്ടാക്കിയേ. അത് വിവീനയ്ക്ക് എന്നാ കറിയാമേ അത്? ഇല്ലേ? എരിവ് ഇല്ല, പുളിയില്ല, ഒന്നുമില്ല അല്ലേ? ചീരയ്ക്കകത്ത് ഇതെല്ലാം ചേർക്കണമായിരുന്നു. ആണോ? ശേ ഒന്നും ചേർക്കാതെ ചുമ്മാ ഉപ്പൊന്നും ചേർക്കാതെയാണ് അമ്മയ്ക്ക് നീ ചോറും കറിയും കൊണ്ടു കൊടുക്കുന്നത്. കൊള്ളാലോ. അച്ചാറൊന്നും വേണ്ട അമ്മയ്ക്ക്. അച്ചാറൊന്നും അമ്മ അധികം കൂട്ടിയല്ല അല്ലേ? എലിക്കുട്ടിയമ്മ അങ്ങ് അച്ചാറൊന്നും തിന്നുന്ന ആളൊന്നുമില്ല. മീന് എരിവും പുളിയും ഉണ്ടോ നോക്കി. മീനുണ്ടല്ലോ. മീനുണ്ടല്ലോ. ഇത് മീനല്ലേ? സൈഡിൽ ഇരിക്കുന്നത്. ഇച്ചിരി മീനെ വെച്ചിട്ടുള്ള അതാണ്. ഇത് നോക്കി മീനല്ലേ ഇത്? അതൊക്കെ മീനാ.
പൊളിച്ചു വെച്ചിരിക്കുന്നോണ്ടാ. ആ മത്തി മത്തി ചാള ചാള. കാണാൻ മാത്രമല്ല ഉണ്ണിങ്ങാ മത്തി, വലിയ രുചിയില്ലാത്ത മത്തി. ആ തലമുടി അത് തിന്നുമ്പോഴും തലമുടി ഒന്നും കിട്ടിയില്ലെന്നേ, ചുമ്മാ വെച്ചിരിക്കുക പടത്തി ചോറ് കറിക്കകത്ത് വീഴാൻ വേണ്ടി അല്ലേ. കണ്ടോ തിന്നാനിരുന്നപ്പോൾ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ മേ. ആ ഉണ്ടോ സൊല്യൂഷനൊക്കെ അമ്മ പറഞ്ഞതുണ്ട്, ജീവി കെട്ടി വെച്ചാൽ തലമുടി വളരുന്നു. ആ ഞാനും വന്നു ആ മുറി ലൈറ്റ് ആരാ ഇട്ട് വെച്ചിരിക്കുന്നത്? അതിന് വേണ്ട അങ്ങോട്ടും കൂടെ കൊടുക്കാൻ. അതിനിപ്പം വേണ്ട, അതിപ്പം തിന്നത്തില്ല. ആ ഇതൊന്നും അമ്മയ്ക്ക് അറിയത്തില്ലേ? അമ്മയുടെ മകനായിട്ട് അമ്മയ്ക്ക് അതിന്റെ കാര്യമൊന്നും അറിയത്തില്ലേ? എന്നാ വലിച്ചെറിയുന്നേ? ആ കടുക് കറിവേപ്പില, കറിവേപ്പില പോലെ വലിച്ചെറിയാന്ന് പറയല്ലേ? ആ പിന്നെ എന്നതാ ഇതിനകത്തില്ലല്ലോ. ഉലുവായോ? ഉലുവായോ? ഉലുവ ഒരു ചീരക്കറിക്ക് ഉപ്പില്ല, മുളകില്ല, പുളിയില്ല. മീനെരിവും പുളിയുണ്ടോ? മീനെരിവും പുളിയുണ്ടോ? പുളിയില്ല, വറുത്തതല്ലേ. ആ പുളിയില്ലല്ലോ അല്ലേ? ഇല്ല ആരുമില്ല, എല്ലാരും ഇവിടെ ഉണ്ട്. വിവാൻ എങ്ങനെ അമ്മച്ചി വിളിക്കുന്നടാ? വാ അഞ്ഞു പിടിക്കാൻ. ഉണ്ട് വരും. അവിടെ ഉണ്ട്, ഇച്ചിരി കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഉപ്പില്ല കേട്ടോ. ആണോ? വെള്ളച്ചവ ചുമ്മാ തോരൻ നല്ലതാ തരം ചീര. ഉപ്പ് കുറച്ചിട്ടിരിക്കുന്ന അമ്മേ, ഇല്ലാതെ വന്നാൽ ഒരു രുചിയില്ല. ഇവിടെ എല്ലാരും പ്രഷറിന് മരുന്നെടുക്കുന്നവരല്ല, ഞാനും അമ്മയും എല്ലാരും അല്ല. BP-ക്ക് മരുന്നെടുക്കുന്നവരാ. കുറച്ച് ഉപ്പൊക്കെ കൂട്ടിയാൽ മതി. ഞങ്ങളൊക്കെ ഉപ്പ് ചമ്മയ്ക്ക് മതിയാവില്ല. ഇച്ചിരി കൂടെ ഉപ്പ് ഒഴിച്ച് വെക്കുവേ ഞങ്ങൾ കറി വെച്ചിരിക്കുന്നതിനകത്തൊക്കെ. മിക്കവാറും അത് കയ്പായിരിക്കും. അമ്മയ്ക്ക് അത്ര ഉപ്പ് വേണം. ഉപ്പ് ഏറ്റവും മുമ്പിൽ നിൽക്കണം. ഇല്ല കുടിക്കാൻ കഴിഞ്ഞേ ഉള്ളൂ. കുളിച്ചില്ല. കുളിച്ചില്ലേ? എത്ര നേരമായിട്ടോ? 8 മണി 8:30 ആയുള്ളൂ. 8:30 ആയുള്ളൂ. ആ ഇച്ചിരിയുടെ കഴിഞ്ഞ് മതി. കിടക്കാൻ സമയം കഴിഞ്ഞു. ആ അപ്പം അങ്ങനെ വല്ല കിടക്കാൻ പറ്റുമോ? അതിന് 8:30 ആകുമ്പോൾ 9 കിടന്നു കഴിഞ്ഞാൽ പിന്നെ നേരം പുറത്തുമ്പോൾ കേൾക്കണ്ട. ആ നേരം പുറത്തേക്ക് കേൾക്കണം, അല്ല പറ്റിയില്ലല്ലോ. തോരൻ കറക്കി അകലെ ഒപ്പില്ല കേട്ടോ. ഈ കറക്കി അകലെ ഒപ്പില്ല. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, പക്ഷെ അമ്മയുടെ അത്ര ഉപ്പില്ല. അമ്മ അതാണ് കുഴപ്പം. ആവശ്യത്തിന് ഉപ്പുണ്ടമ്മേ. ഉണ്ട്. ഇനി അമ്മ അങ്ങ് ചുമ്മാ തിന്നുന്നതേ ഉള്ളൂ, രുചി നമുക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ചെറിയ കയ്പുണ്ട്, ഒരു ഊറ കയ്പ്. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ അധികമായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു കയ്പ് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ ചീരയ്ക്ക് ഒഴിക്കുള്ളൂ. അതെടുത്ത് വെച്ചാണ് അത് പിള്ളേർക്ക് കൊടുക്കാനില്ല. അവരോട് വിളിച്ചു കൊടുക്കും. വിളിച്ചതൊക്കെയാന്നേ വരികയായിരുന്നേ. പിന്നെ എങ്ങനെയാ? എനിക്കറിയത്തില്ല, അമ്മ വിളിക്കണം എന്നാണ് ഏലിക്കുട്ടിയമ്മ. പിന്നെ ഞാൻ വിളിക്കാൻ പോവാ. ഞാൻ വിളിച്ചാൽ വരികയില്ല. അതിനാ അമ്മ വിളിച്ചാലേ ഏറ്റവും ആദ്യം വരുന്നത്. അമ്മയുടെ പ്രിയപുത്രനല്ലേ കൊച്ചുമോൻ? അമ്മയുടെ പ്രിയ കൊച്ചുമോനല്ലേ? അമ്മയുടെ പ്രിയ കൊച്ചുമോനല്ലേ? അത് പറഞ്ഞിട്ടെന്താ കാര്യം? അതിനാ അമ്മ വിളിച്ചു നോക്കിയാൽ വരുമോന്നറിയാലോ. അമ്മയുടെ വാവയല്ലേ? വന്നേനെ ജോമോൻ ഇവിടെ ഇരിക്കുന്നോണ്ടാ വരാത്തത്. അത് വിമാനം പോലെയല്ല. മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം അതുപോലെ അനുസരിച്ചല്ലേ വരുള്ളൂ. അതിനങ്ങനെ ബഹുമാനക്കുറവ് ഇല്ലായികയില്ല കേട്ടോ. തർക്കുത്തരവും പറയല, എടുത്തുചാട്ടവും ഇല്ല, ഒച്ചയില്ല, അലമ്പുമില്ല, ഒന്നുമില്ല. എൻ്റെ മകനായതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ, ഉള്ള കാര്യം പറയുന്നേ ഉള്ളൂ. അത് വിവാൻ. അവരെന്തേ? അവരവിടെ പോയി. വിവാൻ എത്ര നേരമായിട്ട് അമ്മച്ചി വിളിക്കുന്നു, നിങ്ങൾ വാടാ. എത്ര നേരമായിട്ട് വന്നില്ല. അമ്മച്ചി പറഞ്ഞു കേട്ടോ അനുസരണ ഇല്ലെന്ന്. ബഹുമാനം അനുസരിച്ച് വിളിച്ചിട്ട് വരാത്തേന്ന്. നീ എന്താ വരാത്തേന്ന് ഞങ്ങൾക്കറിയാം. ആ കണ്ട, അത് പറഞ്ഞോണ്ട് വന്നു. ബഹുമാനം ഉണ്ട് കേട്ടോ. ഫോൺ കൂട്ടിയാ തിന്നുന്നത്.
കറിയാ കറി. ഫോണെ തൊട്ട് നോക്കിക്കൊണ്ടാ തരുന്നത്. വായിലോട്ട് കൈ പോകുന്നുണ്ടല്ലോ അല്ലേ? കുറേ നേരം നോക്കത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പുള്ളി പ്രസനിക്കുകയല്ല. അപ്പോൾ നാളെ നമുക്ക് ഈ സമയത്ത് അപ്പം മുറിക്കാം. രാവിലെ അപ്പം ഉണ്ടാക്കണം, വൈകുന്നേരം പള്ളിയിൽ പോകാനുണ്ട്. ഉഴുന്ന് വെള്ളത്തിലിടാനുണ്ട്. ഉഴുന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഓക്കെ, എല്ലാവരും കഞ്ഞി കുടിച്ചോണ്ടിരിക്കും കഴിക്കും. അപ്പം അത്താഴം കഴിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് അത്താഴം കഴിപ്പ് കഴിഞ്ഞ് എലിക്കുട്ടിയമ്മ വന്ന് കിടന്ന് അടുത്ത ഘട്ടം പ്രാർത്ഥനയിലോട്ട് കിടന്നിരിക്കുകയാണ്. ഇപ്പോൾ എപ്പോൾ ഉറങ്ങുമെന്ന് അറിയത്തില്ല. നാളെ പെസഹയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണേ. ശുദ്ധമാനം അറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. പ്രാർത്ഥന കഴിഞ്ഞതല്ലേ? തമ്പുരാന്റെ പുണ്യനെ ഞങ്ങൾക്ക് കാലുപൂഴ്ചിക്കും യോഗ്യായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകല ഹൃദയങ്ങൾക്കും അധിപതിയും കേന്ദ്രവുമായ ഈശോയുടെ നിരോധയമേ, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണം. മറിയത്തിന്റെ വിലമൃതയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ബാക്കിപ്പെട്ട മർക്കീർത്താ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. കർത്താവെ അനുഗ്രഹിക്കണേ, വിശായെ അനുഗ്രഹിക്കണേ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ, വിശായി ഞങ്ങളുടെ പ്രാർത്ഥന കഴിക്കണം. ആകാശം കളിക്കുന്ന ബാബാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. പൂലോരക്ഷനായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഏകദൈവ ഉയർത്തമേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. ശുദ്ധവാനം അറിയപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. തമ്പുരാന്റെ പുണ്യനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. സാരപൂഴ്ചയ്ക്ക് യോഗ്യായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. സകല ഹൃദയങ്ങൾക്ക് അധിപതിയും കേന്ദ്രവുമായ ഈശോയുടെ തിരുവന്ദയമേ, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണം. മറിയത്തിന്റെ വിലമൃതയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ബാക്കിപ്പെട്ട മർക്കീർത്താ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. കർത്താവെ അനുഗ്രഹിക്കണേ, വിശായെ അനുഗ്രഹിക്കണേ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കഴിക്കണം. ആകാശം കളിക്കുന്ന ബാബാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതാ. ഞങ്ങളെ അനുഗ്രഹിക്കണേ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.